ശരി, ഇനി ഒരു രാഷ്ട്രീയക്കാരനെ പരിചയപ്പെടുത്താം. രാഷ്ട്രീയക്കാരന് ഒരു പ്രത്യേകതയുണ്ട്. സംഗീതത്തിലൊക്കെ അഭിരുചി ഉണ്ടാകുന്നത് രാഷ്ട്രീയക്കാർക്ക് അതൊക്കെ സ്വാഭാവികമായ കാര്യമാണല്ലേ. പക്ഷേ ഒരു സംഗീത കച്ചേരി നടത്തുന്ന ഒരു രാഷ്ട്രീയക്കാരനെയൊക്കെ നമുക്ക് അങ്ങനെ അധികം കാണാൻ സാധിക്കില്ല അല്ലേ. വേദിയിൽ CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ഓമല്ലൂർ ശങ്കരനാണ് കണ്ടുവരാം. വിദ്യാരംഭ ദിനം സരസ്വതി കലാക്ഷേത്ര വേദിയെ ധന്യമാക്കുകയായിരുന്നു ഓമല്ലൂർ ശങ്കരൻ. ഹംസധ്വനി രാഗത്തിലെ വാതാപി ഗണപതിമിൽ തുടക്കം, അലൈപ്പായുധേ സാമജവരഗമന തുടങ്ങിയ വരികളും പാടിയാണ് കച്ചേരി അവസാനിപ്പിച്ചത്. ശാസ്ത്രീയ സംഗീതം ഞാൻ അഭ്യസിക്കുന്നത് 50 വയസ്സിന് ശേഷമാണ്. ഓമല്ലൂരിൽ അന്ന് ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുന്ന കാലത്താണ് സരസ്വതി കലാക്ഷേത്രം എന്ന പേരിൽ ഒരു സംഗീത നൃത്ത വിദ്യാലയം ഇവിടെ ആരംഭിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഞാൻ അതിൻ്റെ ഒരു ചുമതലക്കാരനാണ്. അവിടെ എൻ്റെ മകളെയും കുട്ടികളെയും എല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കും പഠിക്കണമെന്നൊരു തോന്നലുണ്ടായി. അങ്ങനെ 50ാമത്തെ വയസ്സിന് ശേഷമാണ് ഞാൻ കർണാടക സംഗീതത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചു തുടങ്ങിയത്. 30 വർഷം മുൻപ് സരസ്വതി കലാക്ഷേത്രം പ്രവർത്തനം തുടങ്ങിയപ്പോൾ സംഗീത പഠിതാവായി. എന്നാൽ തുടർ പഠനം മുടങ്ങി. മുഴുവൻ സമയ ശ്രദ്ധ രാഷ്ട്രീയത്തിലായിരുന്നു എന്നതാണ് കാരണം. 10 നാൾ നീണ്ട പരിശീലനത്തിനൊടുവിലാണ് നാട്ടുകാർക്കും സംഗീത പ്രേമികൾക്കും മുന്നിൽ ഓമല്ലൂർ ശങ്കരൻ കച്ചേരി അവതരിപ്പിച്ചത്. സ്കൂളിലും കോളേജിലുമൊക്കെ ഇതര മത്സരാർത്ഥികളെ പാട്ടുപാടി തോൽപ്പിച്ചതാണ് ചരിത്രം. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. CK അഭിലാൽ നമുക്കൊപ്പം ചേർന്നുണ്ട്. അഭിലാൽ, രാമനാഥന് ഇതും വശമുണ്ടല്ലേ എന്ന് ചോദിക്കുന്ന പോലെ ശങ്കറിന് ഇതും വശമുണ്ടല്ലേ. ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 50ാമത്തെ വയസ്സിലാണ് കർണാടക സംഗീതം അഭ്യസിക്കാൻ തുടങ്ങുന്നത്, ഇഷ്ടമായതുകൊണ്ട്. പക്ഷേ പിന്നീട് രാഷ്ട്രീയത്തിലൊക്കെ സജീവമായപ്പോൾ അത് ഉപേക്ഷിക്കേണ്ടി വന്നു. പക്ഷേ ഇപ്പോൾ നോക്കൊരു വേദിയിൽ ഒരു കച്ചേരി അവതരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിന് വേണ്ട ധൈര്യം, അതിന് വേണ്ട ആ ഒരു മനസ്സൊക്കെ വളരെ വലുതാണ്. അത് അദ്ദേഹത്തിനുണ്ടല്ലേ അഭിലാൽ? പത്തനംതിട്ട പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ജയചന്ദ്രൻ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഓമല്ലൂർ ശങ്കരൻ ഒരു പാട്ട് പാടുകയുണ്ടായി. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു എന്നുള്ള ആ പാട്ടിലൂടെയാണ് രാഷ്ട്രീയക്കാരൻ മാത്രമല്ല അല്പസ്വല്പം പാട്ടിനോട് താല്പര്യമുള്ള പാട്ട് പാടുന്ന ഒരാളാണ് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കിയത്. സ്കൂൾ തലം മുതലേ അദ്ദേഹം പാട്ടിനോട് താല്പര്യപ്പെടുകയും നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനം നേടുകയും ചെയ്ത ആളാണ്. 30 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിൻ്റെ കൂടി നേതൃത്വത്തിലാണ് ഓമല്ലൂരിൽ സരസ്വതി കലാക്ഷേത്രത്തിൻ്റെ ആരംഭം. അന്നും ഇന്നും ഓമല്ലൂർ ശങ്കരൻ തന്നെയാണ് അതിൻ്റെ മുഖ്യ രക്ഷാധികാരിയും. പട്ടാഴി ത്യാഗരാജൻ്റെ ശിക്ഷണത്തിലാണ് അദ്ദേഹം സംഗീത പഠനം തുടങ്ങിയത്. 2010 ഒരു ചെറിയ അരങ്ങേറ്റം കുറിച്ചിരുന്നു. പക്ഷേ തുടർ പഠനം മുടങ്ങി. പിന്നീട് സമീപകാലത്ത് നിരന്തരമായ പരിശീലനത്തിലൂടെയാണ് അദ്ദേഹം വിദ്യാരംഭ ദിവസം വീണ്ടും അരങ്ങേറ്റം കുറിച്ചിട്ടുള്ളത്. ഇക്കുറി കുടുംബാംഗങ്ങളും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും പാർട്ടി പ്രവർത്തകരും ഒക്കെ തന്നെ ആസ്വാദകരായി എത്തുകയും ചെയ്തിരുന്നു. ഈ പരിപാടി കണ്ട് ആരെങ്കിലുമൊക്കെ പ്രോഗ്രാമിന് ക്ഷണിച്ചാലും സ്നേഹത്തോടുകൂടി നിരസിക്കുമെന്ന്. തീർച്ചയായും അങ്ങനെ ഒരുപാട് വേദികൾ ലഭിക്കട്ടെ. എന്തായാലും ഓമല്ലൂർ ശങ്കരൻ അദ്ദേഹം നല്ലൊരു ഗായകനാണ്. കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഒരുപാട് നല്ല കാതിന് ഇമ്പമുള്ള ശബ്ദവും ആ ഒരു ആലാപനവും ഒക്കെയാണ്. എന്തായാലും അദ്ദേഹം ശാസ്ത്രീയ സംഗീത പഠനം തുടരട്ടെ. അതോടൊപ്പം തന്നെ ഇനിയും ഒരുപാട് വേദികൾ അദ്ദേഹത്തെ തേടിയെത്തട്ടെ.